കാശി കാശി എന്താ ഞാൻ കണ്ടേ? ഹലോ, ഞാൻ വീട്ടിലുണ്ട്. എന്താടാ? എന്താ അവനെന്താ പറ്റിയേ? നീ എന്തൊക്കെ പറയുന്നേ? ഏത് ഹോസ്പിറ്റലോ? ഓക്കെ ഓക്കെ, ഞാൻ ഇതായിരുന്നു. നീ എന്താ ഇവിടെ? നിനക്കിനി എന്താ വേണ്ടേ? ഡോക്ടർ എന്താ പറഞ്ഞ? അവൻ എന്ത് വെച്ചാലും അത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമില്ല. ചിമില പ്ലീസ്, അവന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാനൊന്ന് കണ്ടോട്ടെ പ്ലീസ്. ഇനി എന്തിനാ ഈ നാടകത്തിന്റെ ആവശ്യം? നിങ്ങൾക്ക് ആവശ്യമൊക്കെ കിട്ടിയില്ലേ? ഞാൻ നിർത്തിക്കോ. ചിമിൻ പ്ലീസ്, ഐ വാണ്ട് ടു സീ പ്ലീസ്. നോ, അവനൊന്ന് കാണാൻ പോയിട്ട് അവൻ്റെ അടുത്ത് നിൽക്കാൻ പോലും അതിനെ സമ്മതിക്കില്ല. അവൻ്റെ പ്രത്യേക അവസ്ഥക്ക് കാരണം നീയാ. യോഗി പ്ലീസ് അവനോടൊന്ന് പറയണം. എനിക്ക് അവനെ ഒന്ന് കാണണം. അവനെ ഒന്ന് കണ്ടിട്ട് ഞാൻ പൊക്കോളാം. അവനെ നോക്കിയാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി എനിക്ക്. ഡോക്ടർ, കാശിക്ക് ഇപ്പം എങ്ങനെയുണ്ട്? ഹീസ് ഫൈൻ നൗ. പേടിക്കാനൊന്നുമില്ല, ഡോണ്ട് വറി. ആക്ച്വലി തലക്ക് പരിക്കേറ്റിട്ടുണ്ട്, ബട്ട് ഭാഗ്യം കൊണ്ട് ആയത്തിലുള്ളതല്ല. എനിവേ ഹീസ് ഫൈൻ നൗ. ഡോക്ടർ, അവനൊന്ന് കാണാൻ പറ്റുമോ? ആക്ച്വലി ഹീസ് ഫൈൻ, ബട്ട് മരുന്നിൻ്റെ സഡേഷനിലാണ് ആള്. അതുകൊണ്ട് തന്നെ ഡിസ്റ്റർബ് ചെയ്യണ്ട. മണിക്കൂർ കഴിഞ്ഞാൽ റൂമിലേക്ക് മാറ്റും. അപ്പോൾ കാണാമല്ലോ. ഓക്കെ? താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. ഇപ്പൊ നിനക്ക് സമാധാനമില്ലേ? അവൻ ഓക്കെയാണ്. ഇനി വിട്ടോ, ഇവിടെ നിൽക്കണ്ട. പ്ലീസ്, ഞാൻ അവനൊന്ന് കണ്ടോട്ടെ. ഇതൊരു ഹോസ്പിറ്റലാണ്. ഇവിടെ വെച്ചൊരു സീൻ ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്ലീസ് ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ. ധ്രുവ, ജിമിനെ, നീ എന്തിനങ്ങനെ വാശി എടുക്കുന്ന? കണ്ടിട്ട് പോന്ന് പറഞ്ഞല്ലേ, അതിനെങ്കിലും നിനക്കൊന്ന് അനുവദിച്ചൂടെ? റിയലി? ഫ്രണ്ടിന് വേദനിച്ചപ്പോൾ നല്ല സങ്കടം ഉണ്ടല്ലേ? ഇതേപോലെ തന്നെ എൻ്റെ ഹൃദയ അവിടെ കിടക്കുന്നേ. ഞങ്ങൾ വേദനിച്ചതിൻ്റെ ഒരു അംശം പോലും നിങ്ങളൊന്നും വേദനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സങ്കടത്തിൻ്റെ കണക്കുമ്പോൾ നീ എൻ്റെ അടുത്തേക്ക് വരണ്ട. ജിമിനെ, നീ കാണുന്നെല്ലാം സത്യമാണെന്നില്ല. അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. വേറൊരു കാര്യം, ഞാനെന്ത് തെറ്റ് ചെയ്തിട്ടാ നീ എന്നെ വിട്ടു പോയെ? എൻ്റെ വേദന നിനക്കൊന്നുമല്ലേ? ഞാനൊരു തെറ്റും ചെയ്യാതെ നീ എന്നെ വിട്ടു പോയത്. ശരിയാണ്, ഇതുള്ള പറഞ്ഞ കോൺട്രാക്ടിന്റെ കാര്യം എനിക്ക് അറിയായിരുന്നു. പക്ഷെ ഒരിക്കലും ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അവനെ തടഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ സാഹചര്യം അതല്ല, മനസ്സിലാക്ക്. എനിക്കിപ്പോൾ ഒന്നും കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ നീ പോ. ഞാൻ ഇതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ഇപ്പോൾ. ഓക്കെ ഫൈൻ, നീ എന്തെങ്കിലും എന്നെ മനസ്സിലാക്കുന്ന എനിക്ക് ഉറപ്പുണ്ട്. ആഹാ, ബോധമൊന്നല്ലോ. എന്നാ വേഗം എണീക്ക. എന്നിട്ട് പോയി കൊള്ളം കുടിച്ച് വഴക്കുണ്ടാക്കി നടക്ക്. ഞാൻ നിന്നെ എന്താ പോണ്ടേ കാശി? ഒന്നും തന്നോണ്ടല്ലോ. നീ ഹോസ്പിറ്റലിലായി പോയി വലിയ മുന്തട്ടയ്ക്കൊന്ന് പേറിയനെ. നീ എന്തൊക്കെയാ കാശി ചെയ്തോണ്ടിരിക്കുന്നത്? കറിയാം നിന്റെ മനസ്സ് നന്നായി വേദനിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ അതിനൊക്കെ മാർക്കാണോടോ ഇത്? നീ കൊള്ളം കുടിച്ച് വഴക്കുണ്ടാക്കി നടന്നാ നിന്റെ സങ്കടം മാറും. എടാ, ഞാനൊന്നും ഉദ്ദേശിച്ചിട്ടല്ല. പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. കാശി നോക്ക്, ഞാൻ അവനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നല്ല ഞാൻ പറയുന്നത്. അതത്ര ഇവിടെ നിനക്ക് സാധിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷെ നീ അപ്പുനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ആ പാവത്തിന് ആഗ്രഹം ഉണ്ടാവില്ലടാ നമ്മുടെ കൂടെ ജയിക്കാൻ. അവളെന്നും അങ്ങനെ ഓർഫനേജിൽ കഴിയണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത്? അവൾക്ക് വേണ്ടിയെങ്കിലും നീ മാറണം, എല്ലാം മറക്കണം. അവളാണെങ്കിൽ നിന്നെ കാണാനിട്ട് വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അവളോട് പറയട്ടെ, അവിടെ ഈ പുന്നാര ചേട്ടൻ അവളെ മറന്നുപോയിന്ന്? ആ എന്നാ പിന്നെ അത് മതി. അവളെൻ്റെ തലമണ്ട അടിച്ചോട്ടിക്കും. നിനക്ക് കല്ലിലൊരു അടിയുടെ ആവശ്യമുണ്ട്, അത് അവളുടെ കഴിയുന്നുണ്ട് തന്നെ ആയിക്കോട്ടെ. പിന്നെ എക്സാം ആയിരുന്നേ, ഇനി അതിലേക്കൊന്ന് ഫോക്കസ് ചെയ്യണ്ടേ? എത്ര പെട്ടെന്ന് എക്സാമൊക്കെ വന്നേ. ഗ്രാജുവേറ്റ് ആകാൻ പോവാം. എനിവേ നീ റെസ്റ്റ് എടുക്കുക, ഞാൻ പോയി ഫുഡ് മേടിച്ചിട്ട് വരാം.
എത്ര നനച്ചിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്? എനിക്കൊല്ല അസുഖം വരും. അവനിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ കാരണമല്ലടാ അവനിങ്ങനെ. ഒന്നും വേണ്ടായിരുന്നു. ഞാൻ കാരണം അവനെ പോയി വേദനിക്കാനേ സമയമുണ്ടോ. അതുകൊണ്ട് തന്നെ ഇനി എൻ്റെ നീലപ്പോലും അവൻ്റെ മേൽ പതിക്കരുത്. അവൻ സന്തോഷമായിട്ടിരുന്നാൽ മാത്രം മതി എനിക്ക്. നീ പൊക്കോ. ഞാൻ നിന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, എനിക്കൊന്ന് കുറച്ച് ഒറ്റയ്ക്ക് ഇരിക്കണം. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് പൊക്കോളാം. നീ പേടിക്കണ്ട, എനിക്കൊന്നും പറ്റില്ല. നീ ചെല്ല് പ്ലീസ്. ധ്രുവ, എന്താ ഇത്? കാണുന്നില്ലേ മദ്യം? ഇതെന്താന്നല്ലേ ചോദിച്ചത്. നീ ഇത് തോന്നിയാസായി കാട്ടണേ. ഞങ്ങൾ മുന്നിൽ വെച്ച് കുടിക്കാൻ മാത്രം എന്താ നിന്റെ പ്രോബ്ലം? ഒരു പ്രോബ്ലം അല്ല. ഐ എം സോ ഹാപ്പി. അതുകൊണ്ടാ. ധ്രുവ, നീ കുറച്ച് ഓവർ ആവുന്നുണ്ട്. ഞാനാണോ ഓവർ? ഞാനാണോ? ശരിയാ, ഞാൻ കുറച്ച് ഓവറാ എല്ലാറ്റിലും. പപ്പയെ ഞാൻ ഓവറായിട്ട് സ്നേഹിച്ച്. അപ്പ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അപ്പ എന്നെ അങ്ങനെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിച്ചു. ഞങ്ങൾ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ധ്രുവ. റിയലി? നോ വേ. അപ്പനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നെങ്കിൽ അപ്പൻ്റെ സന്തോഷത്തിന് വില കൽപ്പിച്ചേനെ, എൻ്റെ സ്നേഹത്തിന് വില കൽപ്പിച്ചേനെ. ഇവിടെ അപ്പ നോക്കിയത് അപ്പയുടെ സ്റ്റാറ്റസ്, റെപ്യൂട്ടേഷൻ, നാട്ടുകാരുടെ ഇടയിൽ നല്ല വില. അതിൽ സ്വന്തം മോൻ്റെ സന്തോഷത്തിനൊരു വിലയില്ല. ഇവിടെ അപ്പ പേടിക്കണ്ട, ഞാനായിട്ടൊന്നും ചെയ്യില്ല. അതുപോലെ തന്നെ അപ്പ എന്നിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാൻ വേണ്ട. ഓക്കെ? പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ അവനോട് ഡിവോഴ്സിന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹാപ്പി? നൗ ലീവ് മീ അലോൺ. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. വാശി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി. അവൻ അപ്പന് വേണ്ടി ജിമ്മിന് വേണ്ടി ഓക്കെ അവൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ധ്രുവയുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. അങ്ങനെ എക്സാം എല്ലാം കഴിഞ്ഞ് ഗ്രാജുവേഷൻ്റെ എത്ര പെട്ടെന്ന് കൊല്ലങ്ങളോ കഴിഞ്ഞത് എനിക്കിപ്പോഴും വിശ്വസിക്കാനായിട്ടൊന്നുമില്ല. എത്ര പെട്ടെന്നാ ഞാനും ഇവനും പരസ്പരം സംസാരിച്ച് ഇന്നലെ കഴിഞ്ഞ പോലെ എനിക്ക്. അതിൻ്റെ ഇടയിൽ കൂടെ അവൻ അതല്ല, നമ്മുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ മറ്റേ ജോലിക്ക് അപേക്ഷിക്കാന്നല്ല പറഞ്ഞേ. അതിന് എന്താണ് ആവും? എൻ്റെ പൊന്നുജിയെ ഈ പഠിത്തത്തിൻ്റെ പ്രഷറൊന്ന് തലേന്ന് ഇറക്കി വെച്ചോട്ടെ. അപ്പോൾ അവിടെ ജോലിയുടെ പ്രഷർ കയറ്റി വെക്കുന്നത്. അതല്ലടാ, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ ഓർമ്മപ്പെടുത്തിയതാ. ജോലിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഓർമ്മ വന്ന്. എൻ്റെ പൊന്നുറാമേ, ഇനി നീ അവിടെ ചെന്നിട്ട് വാട്ടർ ബോട്ടിൽ സെൽഫ് എന്ന് ചോദിക്കുമ്പോൾ ഇതിൻ്റെ സെൽഫിലുള്ള അണ്ടർവെയറിൻ്റെയും ബനിയൻ്റെയും കണക്ക് അറിയരുത്. മറ്റേ കമ്പനി പോലെയല്ല, ഓടിക്കുന്നില്ല അവർ. പോടാ, അത് ഞാൻ അന്നൊരു തമാശക്ക് വേണ്ടി ചെയ്തല്ലേ. അല്ലേ ജിയ? അതെ അതെ. കാശി, നിന്റെ അന്നത്തെ ഒരു പാട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അത് പ്രതീക്ഷിച്ചിരിക്കുള്ളൂ. എനിക്കൊന്നും വയ്യ. ഓ കം ഓൺ മാൻ. ഇനി എന്നാടാ ഇതൊക്കെ? ഇത് നോക്ക്, ഇവിടെ വെച്ച് നിനക്ക് പാടാനുള്ള ലാസ്റ്റ് ചാൻസാ. സോ പ്ലീസ് ഞങ്ങൾക്ക് വേണ്ടി ചെല്ലടാ. ഓക്കെ.